ആൻഡ് iOS 26.6 ബേറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഫോണിൽ വന്നത് ഏകദേശം ഒരു 7.5 GB ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും 10 GB വരെയും ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ iOS 26.5 കംപ്ലീറ്റ് ബേറ്റയെ മാറ്റി ഒരു പുതിയ റീഇൻസ്റ്റാളേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഹ്യൂജ് സൈസ് എന്തായാലും വരും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ WatchOS, macOS, visionOS, tvOS, iPadOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 26.6 ബേറ്റ 1 കുറിച്ച് സംസാരിക്കാം. ഇതേപോലെ ആപ്പിൾ കോണ്ടൻസ് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിടിലം വാൾപേപ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. കിടിലം വാൾപേപ്പേഴ്സ് നിങ്ങൾ ഫ്രീ ആയിട്ടും ലഭിക്കും. സോ ദിസ് ഇസ് എവിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുക്കാം. ജസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മോർ ഡീറ്റെയിൽസിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.6. അവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ iOS 26.6 23G5028E എന്ന് കാണാം. ഈ ഒരു അപ്ഡേറ്റ് ഏതെങ്കിലും ആൽഫബറ്റ് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം ഈ ഒരു അപ്ഡേറ്റിൽ യാതൊരു മേജർ ചേഞ്ചും ആപ്പിൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയുമില്ല. ആപ്പിൾ ഇനി ഉള്ള അപ്ഡേറ്റ്സ്, അതായത് iOS 26.6, 26.7 എന്നീ പറഞ്ഞ അപ്ഡേറ്റുകളെല്ലാം റിഫൈൻമെൻറ്റും അതോടൊപ്പം തന്നെ ഓവറോൾ പെർഫോമൻസിൻ്റെ ആ ഒരു ഒപ്റ്റിമൈസേഷനായിരിക്കും നോക്കാൻ പോകുന്നത്. ഇനി ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ മേജർ ചേഞ്ചുകളും iOS 27 കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഒരേ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരേ ഒരു കോഡ് ചേഞ്ച് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാവും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ബ്ലോക്ക്ഡ് കോണ്ടാക്ട് എന്ന ഓപ്ഷൻ ലഭിക്കുന്നത്. നിങ്ങൾ മേക്ക് ഷുവർ ഈ പറഞ്ഞ ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കോണ്ടാക്ട് എന്ന ആപ്ലിക്കേഷൻ ലഭിക്കില്ല. അതെ, ഞാനിപ്പോൾ സെറ്റിങ്സ് എടുത്തു, ആപ്സ് എടുത്തിട്ടുണ്ട്, നമ്മുടെ കോണ്ടാക്ട്സ് എടുത്തു. ഇവിടെ ബ്ലോക്ക്ഡ് കോണ്ടാക്ട് എന്ന ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ നമ്പറാണ് ബ്ലോക്ക് ചെയ്തതെന്ന് ഈ പറഞ്ഞ കോണ്ടാക്ട്സ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് പകരം സെറ്റിങ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലാണ് ബ്ലോക്ക്ഡ് കോണ്ടാക്ട് എന്നാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ നിന്നാണ് മാത്രം നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഏകദേശം 20,000 ബ്ലോക്ക്ഡ് കോണ്ടാക്ട് വരുമ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 20,000 ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റോ? ഈ 20,000 ബ്ലോക്ക്ഡ് കോണ്ടാക്റ്റുകൾ നമ്മൾ എപ്പോൾ ചെയ്യാനാണ്? ആകെ നമ്മുടെ ലൈഫ് ടൈം തന്നെ സേവ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 10,000 അല്ലെങ്കിൽ 20,000 പേരായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. അതിൽ 20,000 പേര് ബ്ലോക്ക് ചെയ്താലാണ് പോപ്പപ്പ് മെസ്സേജ് വരുള്ളൂ. അത് മേ ബി ഒന്നെങ്കിൽ ബഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ ആവാനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യം അടുത്ത ബേറ്റിലെങ്കിലും ആപ്പിൾ റെക്ടിഫൈ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു മേജർ കാര്യമാണ് ബഗ്സും ബഗ് ഫിക്സസും എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഓട്ടോ റീസ്റ്റാർട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു. ഇതേപോലെ വിജറ്റ്സുകൾ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഒന്ന് പോകുമ്പോൾ അത് ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത് യൂഷ്വലി നോർമലാണ്. പക്ഷേ ഇതേപോലെ എഡിറ്റ് ചെയ്യുന്ന ടാബുകൾ അല്ലെങ്കിൽ വിജിറ്റുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡിവൈസ് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഒന്ന് റിഫ്രഷ് ആവുന്നു അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നു എന്നിങ്ങനെ ഒരു ബഗ് ഉണ്ട്. താങ്ക്ഫുള്ളി എനിക്ക് അങ്ങനത്തെ ഒരു ബഗ്ഗോ കാര്യങ്ങളില്ല. പക്ഷേ എൻ്റെ ഡിവൈസിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാഗിങ് ആണ്. ഈ പറഞ്ഞ പെർഫോമൻസിൻ്റെ ആ ഒരു ഇഷ്യൂ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി എൻ്റെ ഡിവൈസിൻ്റെ ഈ ഒരു ഏജ് കാരണമായിരിക്കും ഞാൻ ഡിവൈസിൻ്റെ ആ ഒരു പെർഫോമൻസും ഓരോ അപ്ഡേറ്റിൻ്റെയും ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി ഗെയിമിങ് പിന്നെയും ഈ ഒരു ഡിവൈസിൽ അത്യാവശ്യം നല്ല രീതിക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈസിൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഫ്രെയിം റേറ്റ് നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുകയും അതോടൊപ്പം സ്റ്റക്ക് ആവുകയും എന്നിങ്ങനെ കുറേയധികം ഇഷ്യൂസ് പെർഫോമൻസ് വൈസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഡിവൈസിൻ്റെ ഏജിങ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഈ ഒരു പെർഫോമൻസ് ഇഷ്യൂ വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിങ്സ് എടുക്കാം. ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ സർവീസാണ് ബാറ്ററി ഹെൽത്തിൽ കാണിക്കുന്നത്. 73% ഇപ്പോഴും ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഡിവൈസിൻ്റെ ഓവറോൾ ബാറ്ററി യൂസേജ് നോക്കുമ്പോൾ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ ഗെയിമിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്
ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി യൂസിൻ്റെ ചാർട്ടും അത്യാവശ്യം ഹയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. തേർമൽസ് ആണ് അടുത്തൊരു കാര്യം. ഡിവൈസിൻ്റെ ഓവറോൾ പെർഫോമൻസ് കൂടുമ്പോൾ ഡിവൈസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമലാണ്. പക്ഷേ അൺയൂഷ്വലായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കാണുന്നു എന്നീ പറഞ്ഞ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഡിവൈസിൻ്റെ ബാറ്ററി ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് ഒരു അബ്നോർമലായ കാര്യമാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന iOS 27ൻ്റെയും കുറച്ചധികം കാര്യങ്ങൾ പറയാം. iOS 27 നമുക്കറിയാവുന്ന പോലെ ജൂൺ 8-ാം തീയതി WW26 ശേഷം ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് ഡെവലപ്പർ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് iOS 26.5.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ ഇന്നല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ റിലീസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതിനുശേഷം അതൊരു മേ ബി മാത്രമാണ്, ജൂൺ 1st വീക്കിൽ iOS 26.6ൻ്റെ ബേറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വീക്ക് ഓഫ് ജൂൺ iOS 27ൻ്റെ ഫസ്റ്റ് ബേറ്റ റിലീസ് ചെയ്യും എന്നിങ്ങനെ കുറേയധികം പ്രഡിക്ഷൻസ് നമുക്ക് ബേറ്റ അപ്ഡേറ്റ്സിൽ വരുന്നുണ്ട്. ബേറ്റ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബേറ്റ ടെസ്റ്റ് റൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെയ്യാം. സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് ഇനി ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ എൻകറേജ് ചെയ്യില്ല. കാരണം iOS 26.6ൽ വലിയ മാറ്റങ്ങളോ അതോടൊപ്പം ഫങ്ഷണാലിറ്റീസോ ആപ്പിൾ കൊണ്ടുവരുന്നില്ല. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ആപ്പിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു നോൺ ഇഷ്യൂസ് എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സിലാണ്. കുറേയധികം പേർക്കും ഈ ഒരു ബഗ് പോലും അവരുടെ ഡെയിലി ലൈഫിൽ വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിക്കേഴ്സിൽ വരുന്ന പ്രശ്നമൊന്നും ഒരാളും നോട്ടീസ് ചെയ്യാറുമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ iOS 26.6ലെ ആപ്പിൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ വലുതായിട്ടൊരു ചേഞ്ചോ മാറ്റങ്ങളോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എവിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.